ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അലീനനെ താക്കീത് ചെയ്തിട്ടാണ് കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നത്. എന്തായാലും ഞാൻ തിരിച്ചു വരുന്നത് വരെ മാത്രമേ നിന്റെ താമസം ഈ വീട്ടിലുണ്ടാവുള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലാരെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വൈജയന്തി വാശിയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു തീരുമാനം ശിവനും രാജീവനൊക്കെ കൂടിയിട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വൈജയന്തി അലീനനെ വിളിച്ചു പോകുന്നത്. സത്യത്തിൽ നടന്നത് എന്താണെന്നും അലീനയെ കുറിച്ച് ബാലേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്നൊന്നും വൈജയന്തിക്ക് അറിയില്ല. അങ്ങനെയാണ് വൈജയന്തി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ശിവനാണെന്നുണ്ടെങ്കിലും കമ്പനിക്കാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പറയാനായിട്ടൊരു മടിയുണ്ട്. അന്നേരം ശിവനിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ബാലേന്ദ്രൻ. അവന് ആള് ഭയങ്കര കള്ളത്തരം ചെയ്യുന്ന ആളാണ്. അവൻ്റെ മാസ്റ്റർ പ്ലാനിലാണ് അലീന ഈ വീട്ടിലെത്തിയത് എന്ന് പറയാണ് കേട്ടോ. അലീനനെ ഈ വീട്ടിലെത്തിച്ചത് അച്ഛനല്ലേ ചെന്ന് കണ്ട് അലീനനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ ഒരു നാടകമായിരുന്നു നമ്മളിതിൽ കാണികൾ മാത്രമാണ്. ശിവേട്ടൻ എന്തീ പറയുന്നത്, തെളിച്ച് പറയും. നിനക്ക് ഓർമ്മയില്ലേ, അവൻ ഗൾഫിൽ പോയിട്ടുള്ള 2 വർഷക്കാലം അറിയാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അതൊന്നും ബാലേന്ദ്രൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി. അതൊക്കെ അവൻ എന്നോട് പറയോ? അവൻ ഒരു പെണ്ണിനായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. ആ പെൺകുട്ടിയിൽ അവനൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോകാണ് കേട്ടോ വൈജയന്തി. ശിവേട്ടൻ എന്തൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഞാൻ പറഞ്ഞത് സത്യമാണ് അവൻ സത്യം തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ സത്യം തുറന്നു പറഞ്ഞതാണ്. അവന് ആ പെണ്ണിലൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനെ ആ പെണ്ണ് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് പോയതിന് ശേഷം ആ കൊച്ചിനെ ആ പെണ്ണ് പ്രസവിച്ച് ഒരു അനാഥാലയത്തിലാക്കി, കഴക്കൂട്ടത്തുള്ള ബ്രിജിത്താമ്മയുടെ അനാഥാലയത്തിൽ. ആ പെൺകുട്ടിയാണ് അലീന. പക്ഷേ അതെങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അറിഞ്ഞത് വേറെ എങ്ങനെയോ അല്ല. ബാലേന്ദ്രനോട് ബ്രിജിത്താമ്മ നീ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ഛനെ കാണാൻ വന്നതല്ലേ? അത് ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ്. അലീനനെ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തകർക്കും എന്ന് പറഞ്ഞിട്ടാണ് ബ്രിജിത്താമ്മ വന്ന് കണ്ടത്. ആ ഭീഷണി ഭയന്നിട്ടാണ് അച്ഛൻ പോയി അലീനനെ കണ്ടതും ഒരു ഹോം നേഴ്സായിട്ട് അലീനനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും. പിന്നീട് ബാലചന്ദ്രൻ്റെ പ്ലാനിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അലീനനെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയതും അലീനെ സെക്രട്ടറി ആക്കിയതും അതുപോലെ തന്നെ ദത്തുപുത്രിയാക്കി. ഇപ്പം അവസാനം അവൻ്റെ മകളായി മാറി അലീന. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അവൾ വേലക്കാരിയായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതങ്ങനെ പോയേനെ. ഇതിപ്പോൾ നീ നിനക്കിഷ്ടല്ല എന്ന് പറഞ്ഞ് അയാളെ ദേഷ്യം പിടിപ്പിച്ച് അയാളിപ്പോൾ സ്വന്തം മകളായി അംഗീകരിച്ചില്ലേ. ഇനിയിപ്പോൾ നമുക്ക് നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അവൻ അവിഹിതത്തിലുണ്ടായ ഒരു പെണ്ണിനെ നിന്റെ വീട്ടിൽ നീ പൊറപ്പിച്ച് നിൽക്കണ്ടേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ദേഷ്യത്തോടു കൂടിയിട്ട് അതൊന്നും ഈ വൈജയന്തി സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. വൈജയന്തി ജീവനോട് ഉണ്ടെങ്കിലേ അവൾ ആ വീട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ മകളെ സ്വീകരിച്ചു. അത് അയാളുടെ വീട്, അയാളുടെ ഭൂമി, സ്വത്ത് ഒക്കെ അയാളുടെയാണ്. പിന്നെ എങ്ങനെയാണ്? ഞാൻ അയാളുടെ ഭാര്യയാണ് ശിവേട്ട, അതറിയൂലേ? എനിക്കുണ്ട് ചില അധികാരങ്ങൾ, അവകാശങ്ങൾ എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയോട് വൈജയന്തി കരഞ്ഞുകൊണ്ട് ഈ കാര്യം പറയണം. അമ്മേ, ബാലേന്ദ്രൻ ഇതുവരെ എന്നെ ചതിക്കായിരുന്നു. ബാലേന്ദ്രന് വേറൊരു സ്ത്രീയിലുണ്ടായിരുന്ന മോളാണ് അലീന എന്ന് പറയാൻ കേട്ടോ. നീ എന്തേ പറയുന്നത്? ബാലേന്ദ്രനെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? അതേ, സത്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവേട്ടനാണ് ഇപ്പം എന്നോട് പറഞ്ഞത്. അത് അയാൾ സമ്മതിച്ചു. അതുകൊണ്ടാണ് അയാൾ അലീനനെ അവിടെ നിന്ന് പറഞ്ഞയക്കാത്തതെന്ന് പറഞ്ഞിട്ട് ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ദൈവമേ, ഇനി എങ്ങനെ ആ ചതിയൻ്റെ കൂടെ എൻ്റെ മോൾ ആ വീട്ടിൽ ജീവിക്കും? ഇനി ആ മോള് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. മോളിനി അവൻ്റെ കൂടെ ജീവിക്കേണ്ട. അവനും അവൻ്റെ പുതിയ മോളും കൂടിയിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയും. അന്നേരം പറയണം, അങ്ങനെ അങ്ങോട്ട് ബാലേന്ദ്രനെ അവൾക്ക് വിട്ടു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബാലേന്ദ്രൻ എൻ്റെ ഭർത്താവല്ലേ, ഞാൻ തോറ്റതായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോകൂലേ, അവളെ പറഞ്ഞയക്കാതെ എന്നൊക്കെ പറയാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ഇത് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അമ്മയെന്ന് പറയും.
അങ്ങനെ നേരെ വീട്ടിലേക്ക് തിരികെ വരികയാണ് കേട്ടോ. തിരികെ വന്നിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അലീനോട് പറയും, നീ അന്ന് പറഞ്ഞത് നിൻ്റെ അച്ഛനും അമ്മേനെയും നിനക്ക് അറിയില്ല എന്നല്ലേ, നിൻ്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും നിൻ്റെ വീട് ഏതാണെന്നും ഒന്നും അറിയില്ല എന്നല്ലേ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് നിന്നെ ബാലേന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇതൊക്കെ അച്ഛനോട് തന്നെ ചോദിക്കണം, അങ്ങനെ നിന്നെ ഒന്നും പറയാതെ ഒരു മറുപടിയും പറയാതെ വിടാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലടി, നീ മനസ്സിൽ ഓർത്ത് വെച്ചോ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ഏതെങ്കിലും ഒരാൾ മാത്രമേ ഈ വീട്ടിൽ നിൽക്കുള്ളൂ, എന്തായാലും ബാലേന്ദ്രൻ്റെ ഭാര്യയായി തന്നെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ബാലേന്ദ്രനോട് പറയാണ്, ഇന്ന് നിങ്ങൾ ശിവേട്ടനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയാണ് എന്നോട് ചെയ്തിരുന്നത് എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞാണ്, ഇതിൽ എന്താണ് ചതി, ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനായിട്ട് സ്നേഹിച്ചിരുന്നു, അവളിൽ എനിക്കൊരു കൊച്ചുണ്ടായി, ഞാനതിപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞില്ലേ, നിനക്കും അതുപോലെ മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീയും എന്നോട് തുറന്നു പറഞ്ഞോ എന്ന് പറയാണ് കേട്ടോ. അത് പറയുമ്പോൾ പെട്ടെന്ന് വൈജ പതറിപ്പോകാണേ. വൈജയ്ക്ക് തൻ്റെ പൂർവ്വകാലം ഓർമ്മ വരികയാണ്. എന്നിട്ട് വൈജ പെട്ടെന്ന് എൻ്റെ ദേഷ്യത്തോടുകൂടി വീണ്ടും പറയാൻ തുടങ്ങുകയാണ്, അതെ, നിങ്ങൾ അതും ഇതും പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്ന് തെന്നി മാറാൻ നിൽക്കണ്ട, നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ ഞാൻ പൊറപ്പിക്കൂല എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അത് പറയാൻ നീ ആരാണ്, ഞാൻ എൻ്റെ മകളെയാണ് ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്, അവൾക്ക് വേറെ ആരുമില്ല, ഇനി പോകാൻ സ്ഥലവുമില്ല, ജീവിക്കാൻ തരവില്ല, പിന്നെ ഞാനെങ്ങനെ അവളെ ഇറക്കി വിടും, ഞാൻ അവളുടെ അച്ഛനല്ലേ, ഞാൻ അവളുടെ അച്ഛനാകുമ്പോൾ അവളെ എങ്ങനെ എനിക്ക് ഇറക്കി വിടാൻ പറ്റും, അത് നടക്കുന്ന കാര്യമല്ല. അപ്പം എന്നെ ഒഴിവാക്കാന്നാണോ, നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അവളല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്, എനിക്കെന്തായാലും എൻ്റെ മകളെ ഇറക്കി വിടാൻ പറ്റില്ല, കാരണം അവൾക്കിനി പോകാൻ സ്ഥലമൊന്നുമില്ല എന്ന് പറയും. അപ്പം ഞാൻ പോയിക്കോട്ടെ എന്നല്ലേ എന്ന് പറയും കേട്ടോ. നിന്നോട് ഇറങ്ങി പോകാൻ ഞാൻ പറയുന്നില്ല വൈജയെ, പക്ഷെ നിന്നോട് ഇവിടെ നിൽക്കാനും ഞാൻ പറയുന്നില്ല, നിനക്ക് എന്താണോ തീരുമാനം എടുക്കാനുള്ളത് നീ ആ തീരുമാനം എടുത്തോ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് വൈജയ്ക്ക് ആകെ ദേഷ്യവും കലിയൊക്കെ വരികയാണേ. തൻ്റെ മനഃപൂർവ്വമായിട്ട് ബാലേന്ദ്രൻ ഉപേക്ഷിക്കുകയാണെന്നുള്ള കാര്യം തന്നെ വൈജയന്തിക്ക് മനസ്സിലാവാണ്. വൈജയന്തി നേരെ അലീനയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലാണ്. അലീനയുടെ അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും അലീനോട് വഴക്കിടാണ് കേട്ടോ. അങ്ങനെ അലീന നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ, മേഡം ആകെ ദേഷ്യത്തിലാണ്, ആകെ സങ്കടമുണ്ട്, അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മേഡത്തിനെ ചതിച്ചു എന്നുള്ള രീതിയിലല്ലേ വിചാരിക്കുന്നത്, അത് വല്ലാണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് മേഡത്തെ, ആ പാവത്തിന് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ. പാവോ, അവളാണോ പാവം, അവളാണോ പാവം, നീ ആരെക്കുറിച്ചാണ് പറയുന്നത്, നീ ഇത്രയും കാലം ദ്രോഹിച്ചവളോ, എന്നെ ചതിച്ചവള്, എന്നെ പറ്റിച്ചവള്, അപ്പോൾ അവളെ എങ്ങനെ പാവാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയത്തെ കാര്യങ്ങളല്ലേ അച്ഛാ, ഇപ്പോൾ അച്ഛനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് മേഡത്തിന് സാധിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ദേഷ്യപ്പെട്ട് എന്നെ പറഞ്ഞയക്കാനായിട്ട് പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം മേഡം ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയും കേട്ടോ. അവൾ പോയാൽ എവിടം വരെ കൊല്ലപ്പള്ളി വരെയല്ലേ അവൾ പോകുള്ളൂ, അവൾ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരും, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വൈജ ആ രാത്രി തന്നെ അവിടെ നിന്ന് കാറും എടുത്ത് ഇറങ്ങി പോകാണ് കേട്ടോ. കാരണം വൈജയ്ക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്ന വഴി വൈജയുടെ വണ്ടി ആക്സിഡൻ്റ് ആവണം. വൈജ പല കാര്യങ്ങൾ ആലോചിച്ച് പോകുന്ന ആ ഒരു സമയത്ത് സങ്കടവും ദേഷ്യമൊക്കെ കൂടിയിട്ട് പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി ആക്സിഡൻ്റ് ആവുന്ന ഭാഗം കൂടിയിട്ട് പ്രമോല് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ബാലേന്ദ്രൻ ഉപേക്ഷിച്ച് പോയ വൈജയന്തിക്ക് അപകടവും ദുരന്തവുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇനി വരാനുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.